ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബേബി ഷവറിൻ്റെ വീഡിയോ ആയിട്ടാണല്ലോ. പെട്ടെന്നൊരു സർപ്രൈസായിട്ട് കിട്ടിയൊരു പാർട്ടിയായിരുന്നു. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്കൊരു പ്രതീക്ഷിക്കാതെ ഒരു പാർട്ടി കിട്ടുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾ ശരിക്കും വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ 7 months ആയി. പിന്നെന്താണ്, ഫ്രൈഡേ വൈകുന്നേരമായിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്നുള്ളതൊക്കെ. അന്ന് വൈകിട്ട് ലുലുവിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയതിന് ശേഷം പിന്നെ പറഞ്ഞു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് 11th floor, ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു 10 minute ഇരുന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നും കൂടി കൊണ്ടുവന്നത് കേട്ടോ. എന്നിട്ട് എന്താണ് കമ്മിറ്റി മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് വരണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തതും പിന്നെ ഫുൾ ലേഡീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടോ, ശരിക്കും ഭയങ്കര ഷോക്കായിപ്പോയി. ശരിക്കും എനിക്കും ഇതൊരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ബേബി ഷവറിൻ്റെ പ്രോഗ്രാം ഒന്നും വെച്ചിട്ടില്ല. സയന ടൈമിൽ ഭയങ്കര കോവിഡ് ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പരിപാടിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സയന ബർത്ത്ഡേ ആയിരുന്നു ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്ത് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. ഭയങ്കരമായിട്ട് താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ബേബി ഷവറും പിന്നെ അന്ന് എന്താ പറയുക എല്ലാവരും തന്ന സ്നേഹവും ഭയങ്കരമായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നവർക്കും പിന്നെ വന്ന് സഹകരിച്ച എല്ലാവർക്കും പിന്നെ എന്താ പറയുക ഡെക്കറേഷൻ ചെയ്തതും പിന്നെ ഇതിൻ്റെ പുറകെ എഫേർട്ട് എടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് ടാ. കാരണം ഞാൻ ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൂ പോലും ആരും തന്നില്ല കേട്ടോ. കാരണം സയാനെ രാവിലെ വാൻ കയറ്റാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും എന്താണ് ശ്രുതി ചേച്ചിനും ചേച്ചിനൊക്കെ കാണാറുണ്ട്, പക്ഷെ അവർ പോലും ഒരു ക്ലൂ പോലും തന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ശ്രുതി ചേച്ചി, ജയ ചേച്ചി, സൗമ്യ ചേച്ചി, ഗീതു ചേച്ചി, സജിത ആൻറ്റി, മമത, നാച്ച ചേച്ചി, സുസ്മിത ചേച്ചി, പിന്നെ നമ്മുടെ സരിക ചേച്ചി കേട്ടോ. അപ്പോൾ ഇത്രയും പേർക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ വന്ന് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ ജിജി ചേച്ചി ഉണ്ടല്ലോ, വന്നപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അമ്മാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പാവം ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നല്ലോ. താങ്ക് യു സോ മച്ച് കേട്ടോ. പിന്നെ അതാ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷനും പിന്നെ ഇങ്ങനെ ചെയ്ത അറേഞ്ച്മെൻറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കേക്കും അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്, അതാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത് കേട്ടോ. കോപ്പിറൈറ്റ് അടിക്കുന്നു പറഞ്ഞിട്ടാണ്. ഇത് സ്വാർത്തിക് കേട്ടോ. സ്വാർത്തിക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഇത്. താങ്ക് യു സോ മച്ച്.
പിന്നെ സ്നാക്സും ജ്യൂസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് താങ്ക് യു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡ് സീൻസാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.